ഞാനിതാ നിങ്ങളുടെയൊക്കെ പോക്കറ്റിലെ 500-ന്റെയും 1000-ന്റെയും അല്ല ഇത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയത്തിന് അപ്പുറത്തേക്ക് എത്ര പേരാ മരിച്ചത്, എത്ര പേരുടെ കച്ചവടാ തകർത്തത്, എത്ര പേരുടെ കുടുംബങ്ങളാ നിങ്ങൾ വഴിയാതരമാക്കിയത്, എത്ര പെൺകുട്ടികളുടെ കല്യാണം നിങ്ങൾ മുടക്കി. ഇതിനൊക്കെ ഇതിന്റെ ഒക്കെ പാപമാണ് ഇന്ന് നരേന്ദ്രമോദി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളപ്പണം ഒരുപാട് പിടിച്ചിട്ടുണ്ട്, അതൊക്കെ വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളപ്പണം ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. കള്ളപ്പണം വേറെ രൂപത്തിലാണ് വാങ്ങിയത്, അത് BJP തന്നെയാണ്. അത് അണികൾ മനസ്സിലാക്കിയ നന്നായിരിക്കും. കള്ളപ്പണം പിടിച്ച് 15 ലക്ഷം രൂപ, അത് അതിനപ്പുറത്തേക്ക് 50 രൂപയ്ക്ക് പെട്രോൾ. അതാണ് ഏറ്റവും വലിയ സങ്കടം. 50 രൂപയ്ക്ക് പെട്രോള് ആ കൊറോണ കാലത്തെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പാവങ്ങള് മരിച്ച ശവശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെങ്കിലും ഉപകാരമായെന്നാണ്. അത്ര രീതിയിലേക്കാണ് പെട്രോളിനും ഡീസലിനും ഗ്യാസിന്റെ മേലിൽ കൊള്ളയടിച്ചത്. ഇന്ന് വരെ പുൽവാമ ആരാണ് ചെയ്തത് ബാബു? ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ആരാണ് ആ കൃത്യം നടത്തിയത്? 300-350 കിലോ വരുന്ന എക്സ്പ്ലോസീവ് ഒരു ജീപ്പിൽ കയറ്റി 3 ദിവസത്തിലധികം ഹൈ റിസ്ക് മേഖലയിലൂടെ, ടൈറ്റ് സെക്യൂരിറ്റി മേഖലയിലൂടെ അവർക്ക് യഥേഷ്ടം സഞ്ചാരം നടത്തുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചവരാര് എന്ന് പഴയ പോലെ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതെ അകലം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയതുപോലെ നിങ്ങൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത്രമാത്രം ഉത്സാഹം കാണിക്കില്ല. കഴിഞ്ഞ തവണ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ 15 ലക്ഷം രൂപ എല്ലാവർക്കും കിട്ടി എന്ന് തോന്നുന്നില്ലേ? ഇത് ചോദിക്കുമ്പോ ആദ്യമായിട്ട് പറയുന്നത് കള്ളപ്പണം പിടിച്ചാൽ എന്നുള്ളതാണ്. ഞാനോ നിങ്ങളോ, ഈ കേൾക്കുന്ന നിങ്ങളോ അല്ല പിടിക്കേണ്ടത്, അതിന് പ്രത്യേക വിഭാഗമുണ്ട്, അവരാണ് പിടിക്കേണ്ടത്. കള്ളപ്പണം ഒരുപാട് പിടിച്ചിട്ടുണ്ട്, അതൊക്കെ വേറെ ലെവലിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളപ്പണം ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. കള്ളപ്പണം വേറെ രൂപത്തിലാണ് വാങ്ങിയത്, അത് BJP തന്നെയാണ്. അത് അണികൾ മനസ്സിലാക്കിയ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലെ? BJP ശരിക്കും കള്ളപ്പണം പിടിച്ച് 15 ലക്ഷം രൂപ, അത് അതിനപ്പുറത്തേക്ക് 50 രൂപയ്ക്ക് പെട്രോള്. അതാണ് ഏറ്റവും വലിയ സങ്കടം. 50 രൂപയ്ക്ക് പെട്രോള് ആ കൊറോണ കാലത്തെങ്കിലും ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ എത്രയോ പാവങ്ങള് മരിച്ച ശവശരീരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെങ്കിലും ഉപകാരമായെന്നാണ്. അത്ര രീതിയിലേക്കാണ് പെട്രോളിനും ഡീസലിനും ഗ്യാസിന്റെ മേലിൽ കൊള്ളയടിച്ചത്. സാധാരണ രീതിയിലേക്ക് ഒരു ഭരണം മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ കാര്യം മാത്രം മതി. ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. 367-400 രൂപയുടെ ഗ്യാസ് 1180 രൂപയ്ക്ക് വിൽക്കുമ്പോഴും അത് വാങ്ങിക്കുമ്പോഴും എന്താ പറഞ്ഞേ? ഞങ്ങൾ രാജ്യസ്നേഹികളാണ്, നിങ്ങൾ രാജ്യസ്നേഹിയല്ല. എനിക്ക് രാജ്യസ്നേഹം ഇല്ലായിട്ടല്ല, എന്നെ രാജ്യസ്നേഹം ആരും പഠിപ്പിക്കണ്ട എന്ന് പറയുന്ന ആളാണ് ഞാൻ. എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കണ്ട. കാര്യം എനിക്ക് രാജ്യസ്നേഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് ഇത്രയും വല്ലാത്ത രീതിയിലേക്ക് ഭയപ്പെടുന്നത്, അല്ലെ? അല്ല, എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, ഒരു രാത്രി നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ടെലിവിഷൻ ചാനലിലൂടെ വന്നിട്ട് 2 കൈകളും കൂട്ടിയടിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങളുടെയൊക്കെ പോക്കറ്റിലെ 500-ന്റെയും 1000-ന്റെയും അല്ല ഇത് ഒരുപാട് ചർച്ച ചെയ്ത വിഷയത്തിന് അപ്പുറത്തേക്ക് എത്ര പേരാ മരിച്ചത്, എത്ര പേരുടെ കച്ചവടാ തകർത്തത്, എത്ര പേരുടെ കുടുംബങ്ങളാ നിങ്ങൾ വഴിയാതരമാക്കിയത്, എത്ര പെൺകുട്ടികളുടെ കല്യാണം നിങ്ങൾ മുടക്കി. ഇതിനൊക്കെ ഇതിന്റെ ഒക്കെ പാപമാണ് ഇന്ന് നരേന്ദ്രമോദി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 ഘട്ടത്തിൽ നിന്ന് ഭരിക്കേണ്ട അവസ്ഥ ഇന്ന് അതുകൊണ്ട് വന്നതാണ്. ആ പാപത്തിന്റെ, ആ ശാപത്തിന്റെ ഒരു തുടർച്ച നമ്മൾ പിന്നെ കാണുകയാണ്. ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ദശലക്ഷക്കണക്കിന് ആളുകളുടെയാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്, ലക്ഷക്കണക്കിന് തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ പരിക്കുകൾ. ഇന്ത്യയുടെ GDP 2 പോയിന്റിലധികം താണു. അങ്ങനെ തുടങ്ങി ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുന്ന രീതിയിലേക്കൊക്കെ പോയി. അന്ന് പറഞ്ഞ 3 കാരണങ്ങളുണ്ട്. ആ പറഞ്ഞ 3 കാരണങ്ങൾ ഇപ്പോൾ 10 വർഷത്തിന് ശേഷവും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. നോട്ട് നിരോധനത്തെ കുറിച്ച് അഭിമാനത്തോടു കൂടി ഏതെങ്കിലും BJP-ക്കാർ ഇപ്പോൾ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. കള്ളപ്പണം ഇല്ലാതാക്കാൻ അവരുടെ സ്ഥാപനം പൊളിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് ഇത് രണ്ടും ഉപയോഗിച്ചുള്ള തീവ്രവാദം ഇല്ലാതാക്കാൻ. 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു സൈനികരുടെ ബലിദാനം, സൈനികരുടെ രക്തസാക്ഷിത്വം, അല്ലെ? ആ സൈനികർ എന്നൊക്കെ പറയുമ്പോ ശരിക്കും അവരുടെയൊക്കെ ശാപമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം കിട്ടാതിരിക്കുന്നു. കാര്യം എന്താ വെച്ചാൽ അത്ര രീതിയിലേക്ക് ഇവർ കഷ്ടപ്പെടുന്നുണ്ടാവും ഇപ്പൊ. അല്ല, അതിന്റെയൊക്കെ ശാപമുണ്ടല്ലോ, അതിന്റെയൊക്കെ ശാപമുണ്ട്. ആ 42 ചെറുപ്പക്കാർ, തൊട്ടാൽ ചോര തെറിക്കുന്ന ചെറുപ്പം, ആ ചെറുപ്പത്തിൽ ഇന്ന് വരെ പുൽവാമ ആരാണ് ചെയ്തത് ബാബു? ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ആരാണ് ആ കൃത്യം നടത്തിയത്?
എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത്? ആരാണ് ആ കൂട്ടക്കൊല നടത്തിയത്? ആരാണ് ആ പറയുന്ന കൂട്ടക്കൊലയ്ക്ക് സഹായകമായ രീതിയിൽ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാക്കിയത്? 300-350 കിലോ വരുന്ന എക്സ്പ്ലോസീവ് ഒരു ജീപ്പിൽ കയറ്റി 3 ദിവസത്തിലധികം ഹൈ റിസ്ക് മേഖലയിലൂടെ, ടൈറ്റ് സെക്യൂരിറ്റി മേഖലയിലൂടെ അവർക്ക് യഥേഷ്ടം സഞ്ചാരം നടത്തുന്നതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചവരാര് എന്ന് ഈ ഗവൺമെന്റ് അന്വേഷിച്ചിട്ടുണ്ടോ? 10 വർഷം നിങ്ങളുടെ കയ്യിൽ സർവാധികാരിക്കാരായി നിങ്ങൾ അധികാരത്തിൽ ഇരുന്നതല്ലേ? അതിനുള്ള തെളിവ് കൊണ്ടുവരാൻ, അതിൽ ബന്ധപ്പെട്ടവരെ പിടിച്ചകത്തിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇവരൊരു ഊളത്തരം ആലോചിക്കണം. ഇനി വീണ്ടും 5 വർഷം തരൂ, ഞങ്ങൾ റെഡിയായി തരാന്ന് പറയുന്നത്. അപ്പൊ അതുവരെ റെഡിയാക്കിയത് പോരാ. എനിക്ക് തമാശ തോന്നിയതേ, നരേന്ദ്രമോദി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്ന രാജ്യത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നിപ്പിച്ച കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം നടത്തിയ പ്രസംഗത്തിൽ ഒരു വാചകമുണ്ട്: 10 വർഷത്തെ ഞങ്ങളുടെ ഭരണം വെറും ട്രെയിലർ മാത്രമായിരുന്നു എന്ന്. ആ ട്രെയിലറിന് ശേഷമുള്ള യഥാർത്ഥ സിനിമ ഇനി ഞാനിതാ കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി, അദ്ദേഹം ഒരു മിനിറ്റ് നേരം ആ പ്രസംഗത്തിനിടയിൽ ഉറങ്ങിപ്പോയോ, ആ ഉറക്കത്തിനിടയിൽ ഒരല്പം സ്വപ്നം കണ്ടുപോയോ എന്ന് തോന്നിപ്പോയി. പക്ഷേ നരേന്ദ്രമോദി താങ്കളുടെ മുമ്പിലുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലമല്ല, ഇവിടെ നടക്കാൻ പോകുന്ന നിങ്ങൾ നടത്തിയ നാടകമല്ല, ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ ജനത നിങ്ങളോട് പറഞ്ഞ, നിങ്ങൾക്ക് തെളിവാക്കി തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ വെളിച്ചത്തോടുകൂടി, തിളക്കത്തോടുകൂടി നിൽക്കും. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. പല ചോദ്യങ്ങളും നിങ്ങളുടെ നേരെ ഉയർന്നു വരും. പഴയ പോലെ നിങ്ങൾക്ക് പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. പഴയ പോലെ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതെ അകലം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പഴയതുപോലെ നിങ്ങൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത്രമാത്രം ഉത്സാഹം കാണിക്കില്ല, അത്രമാത്രം ശുഷ്കാന്തി കാണിക്കില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്ന ജനവിധി, നിങ്ങൾക്ക് നൽകുന്ന പാഠം. ഭരണം എല്ലാ ഭരണത്തിനും പല ആളുകൾ പേടിച്ച് എന്ത് ചെയ്യും? ഭരണകർത്താക്കളുടെ കൂടെ നിൽക്കും, എന്ത് തോന്നിവാസം കാട്ടിക്കൂട്ടിയാലും. പക്ഷേ ഭൂരിപക്ഷം എന്നുള്ള സാധനം ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത്തരം രീതിയിലേക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മിക്കവാറും ഇതിൽ വരാൻ പോകുന്ന ഒരു പ്രധാന മാറ്റം എന്താണെന്ന് പറയുക, ജുഡീഷ്യറി, ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്, അതുപോലെ തന്നെ ഭരണഘടനാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനയുടെ പരിരക്ഷയുള്ള സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൊട്ട് എന്തെല്ലാമാണ് ഈ തരത്തിൽ ഭരണകൂടത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് പെരുമാറിയത്. മാധ്യമങ്ങൾ ഒരു ഭാഗത്ത്, ഇന്ത്യയിലെ ജുഡീഷ്യറി, ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞു, നമ്മുടെ കോടതികളെ കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ CBI, IT, അതുപോലെ തന്നെ നമ്മുടെ ED, പ്രധാനമായും ED, അങ്ങനെ തുടങ്ങി ഈ ജനാധിപത്യത്തെ കടിച്ചു കീറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിന് വഴങ്ങി നിന്ന ആ സ്ഥാപനങ്ങളൊക്കെ ഇനി ഒരു സംശയവുമില്ല, ഇനി അടുത്ത കാലങ്ങളിൽ അതേപോലുള്ള നടപടികളിലേക്ക് പോകാൻ ഒന്നറച്ചു നിൽക്കും, ഒന്ന് മടിച്ചു നിൽക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓർത്താൽ നിന്നാൽ മതിയാവും. കാര്യം നിന്നില്ലെങ്കിൽ ശരിക്കും വലിച്ചു കീറുന്ന അവസ്ഥ വേറെ രീതിയിലേക്ക് ഉണ്ടാവും. കാര്യം പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ. അതെ അല്ലേ? അതെ. നന്ദി, നമസ്കാരം.